ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കാം. ആദ്യം ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ പച്ചമുളകും സവാളയും കൂടിയിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചത് എടുക്കാൻ പറ്റില്ല, ഞാൻ അതാ കാണിക്കാത്ത. പിന്നെ ഈ സവാള നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ബ്രൗൺ കളറായി വരുന്ന വരെ വഴറ്റി കൊടുക്കാം. പിന്നെ ഈ സമയമാകുമ്പോൾ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടിയിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം, ഒരു ബ്രൗൺ ആയി വരുന്ന വരെ. പിന്നെ നല്ല ബ്രൗണായി വരുന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് എരിവനുസരിച്ച് മുളക് പൊടി ഇട്ടിട്ട് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുക. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. നല്ലോണം എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഈ സമയമാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം, പച്ചമണം പോകുന്ന വരെ. അതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് തക്കാളി വേവുന്ന ആവശ്യത്തിന് ഉപ്പും പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി വെന്ത് ഉടയുന്ന വരെ മിക്സ് ചെയ്ത് പച്ചമണെല്ലാം പോയി നമുക്ക് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല ചിക്കനും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് ചിക്കന് ആവശ്യത്തിനില്ല ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം വന്നിട്ടുണ്ടാവും. അന്നേരം നമുക്ക് ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കൂടി നോക്കുമ്പോൾ പിന്നെ നല്ലോണം ചിക്കനെല്ലാം വെന്തതാണ്. ആ സമയമാകുമ്പോൾ കുരുമുളകും മല്ലിച്ചപ്പും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അന്നേരം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും. അടിപൊളി ചിക്കൻ കറിയാണ്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്, സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.